ചോദ്യം നമുക്ക് 2.5 അല്ലേ? നല്ല ട്രാക്കിന് 10-30 രൂപ സുഖമായിട്ട് വണ്ടി പോകും. ഇത് എ സിയിലാണോ? പവർ സ്റ്റാറിംഗ്, എ സി പോസ്റ്ററിംഗ്, അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് 1,45,000. 1.45 അല്ലേ? നമുക്ക് ഒരു 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ഡേ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വീണ്ടും ഒരു അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഏകദേശം നമുക്ക് ഒരു 10-24ഓളം വാഹനങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല അടിപൊളി സിറ്റി വരുന്നുണ്ട്, ഫോർച്യൂണർ വരുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല സ്വിഫ്റ്റ് ചെറിയ കിലോമീറ്റർ 25,000 കിലോമീറ്റർ, അതേപോലെ ഒറിജിനൽ കേരള ഒരു എത്തിയോസിൽ ഏറ്റവും ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ഡീസൽ മൈക്രോ വരുന്നുണ്ട്, അമേസുകൾ ഒരു ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക്, അതുപോലെ പെട്രോൾ CVT ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ നമുക്ക് 1 ടണ്ണില് നമുക്ക് മാനുവലിൽ ഒരു ഡസ്റ്റർ വരുന്നുണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് ഡസ്റ്റർ. പിന്നെ നമുക്ക് അതേപോലെ ക്രിസ്റ്റ വരുന്നുണ്ട്, ഒറിജിനൽ കേരളയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വെറും 13,000 കിലോമീറ്റർ മാത്രം ഒരു MG ഹെക്ടർ. അങ്ങനെ ഏകദേശം നമുക്കൊരു ബഡ്ജറ്റ് കാറുകൾ നാനോ, അതേപോലെ തന്നെ നമുക്ക് സാധാ പിന്നെ ഓൾട്ടോ വരുന്നുണ്ട്. അങ്ങനെ ഒരു 7 സീറ്റർ വെറും 1.45-ന്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി, മിസ്സാക്കേണ്ട. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം മച്ചിങ്ങൽ സ്ഥിതി ചെയ്യുന്ന ഡിലക്സ് മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള തോയറാണ്. അപ്പോൾ തോയറ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കറക്റ്റ് നമ്മൾ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ അല്ലേ? മച്ചിങ്ങൽ ഇവിടെ ഒരു ഹുണ്ടായിന്റെ ഷോറൂം ഒക്കെ ഉണ്ട്. അതൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിലക്സ് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട. നല്ല അടിപൊളി കളക്ഷൻസ് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ മാക്സിമം വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡീസല്, പെട്രോള്, ഓട്ടോമാറ്റിക് കാറുകൾ, ബഡ്ജറ്റ് കാറുകൾ എല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. നമ്മളൊന്ന് തുടങ്ങുന്ന ഒരു ബഡ്ജറ്റ് കാറ്, പക്ഷെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസലാണ്. കൂടുതൽ 8 പേർക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ്. ഒരു കോളീസിന്റെ അപരം എന്ന് പറയാം അല്ലെ? റെനോ, അതായത് സൊണാലിക്കിന്റെ റെനോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. KL34 ആണ് രജിസ്ട്രേഷൻ. 8 പേർക്ക് യാത്ര ചെയ്യാം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2011 മോഡലാണ്. 2011 അല്ലെ? ഡീസൽ അല്ലേ വണ്ടി വരുന്നത്? ഇത് കിലോമീറ്റർ ഒക്കെ എത്രയാണ് ഓടിയിട്ടുള്ളത്? 1,35,000. 1.35 അല്ലെ? ഇത് സർവീസ് കാര്യങ്ങളൊക്കെ പക്കല്ലേ നമുക്ക്? സർവീസ് ഏറെക്കുറെയൊക്കെ. എങ്ങനെ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? അതെ. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം അല്ലെ? സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, അതൊക്കെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് പിന്നെ ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ? ഓൺഷിപ്പ് 3. മൂന്നാമത്തെ ഓൺഷിപ്പ് അല്ലെ? അപ്പൊ എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 1,45,000. 1.45-ന് ഡീസലില്. അതേപോലെ തന്നെ നമുക്ക് 1 സംതിങ് ഓടിയിട്ടുള്ള ഒരു വാഹനം. 11 മോഡല്. നമ്മൾ ചോദിക്കുന്നത് 1.4. നമ്മൾ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല? ചെറിയ മാറ്റം ചെയ്യാണ്ടാവില്ല. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഇതിന്മേൽ ലോൺ ചെയ്യാം. ഉണ്ടാവില്ല അല്ലെ? നമുക്ക് ഒരു സെർട്ടൊക്കെ വേണമെങ്കിൽ പരിചയമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെ? അടുത്ത തവണ നമുക്ക് ഒരു കിട്ടും വീണ്ടും ഒരു ബഡ്ജറ്റിൽ ഒരു പോളോ നോക്കുന്നവർക്ക് ഡീസലാണ് അത് വണ്ടി വരുന്നത്. 2013 ഡീസൽ. 2013 ഡീസൽ അല്ലെ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഹൈലൈൻ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ? പിന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ്, റിയറിൽ വൈപ്പർ. അതേപോലെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000. 1.20 അല്ലേ? ഇത് ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഓൺഷിപ്പ് തേർഡ് അല്ലേ? നമ്പർ നല്ല നമ്പറൊക്കെയാണ്. 301 KL58 നമുക്ക് തലശ്ശേരിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല അല്ല? നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? 3,25,000. 3,25,000 അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ പ്രൈസും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. ഏകദേശം നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? 2.25 വരെ ചെയ്യാൻ പറ്റും. 3.25 നമ്മൾ ചോദിക്കുന്നത് ഒരു 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്തതാണ് നമുക്കൊരു നല്ലൊരു അടിപൊളി വാഹനമാണ്. സെഡാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ്. അതിന് സെക്കൻഡ് ജനറേഷൻ അല്ലേ? നമുക്ക് പിന്നെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 ഓട്ടോമാറ്റിക്. 2019 ഓട്ടോമാറ്റിക് CVT ആണ് വരുന്നത് അല്ലേ? CVT ഓട്ടോമാറ്റിക്. ടയറൊക്കെ നമുക്ക് പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ബാക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ? കമ്പനി തന്നെയാണോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ? S ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങൾ. ഇത് നമുക്ക് എത്രയാണ് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 6 ലക്ഷം ചോദിക്കുന്നു. 6 ലക്ഷം രൂപ അല്ലെ? 6.5 ലക്ഷം രൂപ. നമുക്ക് ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് ഏകദേശം 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
എസ് ആണ് ഓപ്ഷന്. ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. സോ നല്ലൊരു ഫാമിലി കാർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം അല്ലേ. യെസ്. അടുത്തതാണ് നമുക്ക് നിസാന്റെ സണ്ണി. ഡീസലാണോ വരുന്നത്? ഡീസൽ. സോ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സണ്ണി. നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ്. ലോങ് ഡ്രൈവിൽ 20-22 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 ഒറിജിനൽ കേരള. 2013 ഒറിജിനൽ കേരള. സെക്കൻഡ് ഓൺഷിപ്പ്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എക്സൽ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അല്ലേ. യെസ്. AC പോസ്റ്ററിംഗ്, 4 പവർ വിൻഡോ, അലോയ്സിന്റെയും പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിന് കുറവുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് അടിപൊളിയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. ഇത് എത്രയാണ് ചോദ്യം? ഇത് 340. 340 അല്ലേ. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 1,60,000 ഓട്ടം. 160 ഓട്ടം അല്ലേ. ഈ ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി റിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയറിൽ ഇവിടെ നമുക്ക് 2 AC വെന്റ്സ് വരുന്നുണ്ട്, ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ നമുക്ക് നല്ല ഒരു അടിപൊളി സ്പേഷ്യസ് ആയ ഒരു വാഹനം. മൈലേജ് നോക്കുന്നവർക്ക് എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 3,40,000. 340 അല്ലേ. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുമത്? ഇത് നമുക്കൊരു 80,000 രൂപ അല്ലേ. അടുത്തതാണ് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് കേൾട്ടർ രജിസ്ട്രേഷൻ ആണ്. നിലവില് മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2009. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2027 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ചെറിയ റീപ്ലേസ് ഉണ്ട് ഗ്ലാസ്സില്. പിന്നെ മേജറായ പ്രശ്നങ്ങളൊന്നുമില്ല. VDI ആണ്, ഡീസലാണ്, AC പോസ്റ്ററിംഗ്, 4 പവർ വിൻഡോ, നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം പറഞ്ഞ ചെറിയ റീപ്ലേസ് ഉണ്ട്. മേജറായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മള് 1,45,000. 1,45 അല്ലേ. നമുക്ക് പിന്നെ ഇത്രയും ചെറിയ വണ്ടി പറയുമ്പോൾ ലോൺ ചോദിക്കുന്ന അർത്ഥമല്ല. സോ നമുക്ക് വേണമെങ്കിൽ സേർട്ടൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ അടുത്തുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഓട്ടോക്കെ എങ്ങനെയായിരുന്നു? ഓട്ടം 1,60,000. 160 അല്ലേ. യെസ്. അടുത്ത തവണ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഓൾട്ടോയുടെ ഫസ്റ്റ് ജനറേഷൻ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 LXi. 2011 LXi. അന്നത്തെ ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,00,000. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ. ഇന്റീരിയർ ആണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് ഇനി ചോദിക്കുന്നത്? ഇത് നമ്മൾ 1,45,000 ചോദിക്കുന്നത്. 1,45 അല്ലേ. ഓക്കെ. നമുക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല ഉണ്ട്. AC പോസ്റ്ററിംഗ് ഒക്കെയാണ് ഇതിന് വരുന്നത്. പവർ വിൻഡോ ഉണ്ടാവില്ല. അടുത്ത നാനോ അല്ലെ. ടിസ്റ്റ് ആണ് അല്ലെ. ഓട്ടോമാറ്റിക്. അപ്പൊ ഓട്ടോമാറ്റിക് ഒരു ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ. ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വർക്കൊന്നും ചെയ്യിക്കാനൊന്നും ഇല്ലല്ലോ. നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി അല്ലേ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 70,000. ഓൺഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? ഇത് 2,10,000. 2,10 അല്ലേ. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ഞാനോ ഇതിമേ ചെയ്യാൻ പറ്റൂല അല്ലേ. അടുത്തൊരു ബഡ്ജറ്റ് ഞാൻ നോക്കുന്നവർക്ക് ഇതിന്റെ റേറ്റ് മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങള്? ഇത് 80 രൂപ അല്ലെ. മോഡൽ ഏതായിരുന്നു? 2013. ഒരു 800 വരുന്നുണ്ട്. ഇത് AC യിലാണോ മോഡൽ? AC പവർ സ്റ്റാറിംഗ്, AC പോസ്റ്ററിംഗ്, അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മോഡൽ ഏതായിരുന്നു? ഇത് 2002. 2002. പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു? 2027 വരെ. എത്ര ചോദ്യം? ഇത് 90 രൂപ ലാസ്റ്റ് കിട്ടിയ. 90 രൂപ ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാൻ പറ്റില്ല. അടുത്തൊരു ടയോട്ട ഇന്നോവ ക്രിസ്റ്റ അല്ലെ. ഒറിജിനൽ കേരള ആണ് വണ്ടി. ഒറിജിനൽ കേരള. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2017 2017 അല്ലെ. കിലോമീറ്റർ കാര്യങ്ങള് 1,10,000. 1,10. ഒറിജിനൽ കേരള. നല്ല അടിപൊളി നമ്പറൊക്കെയാണ് അല്ലെ. തലശ്ശേരി രജിസ്ട്രേഷന്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? 3ാമത്തെ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ഒറിജിനൽ കേരള. ഫുള്ള് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 18.5. 18 അല്ല. മാനുവൽ ആണ് വരുന്നത് അല്ലേ. 2.4 അല്ലേ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു അടിപൊളി വാഹന. അത് ഒറിജിനൽ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല പ്രൈസ്. അതാണ് നമ്മളൊരു കിഡിലൻ SUV ആണ് MG Hector അല്ലേ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങള്? 2020 വണ്ടി. BS6 വണ്ടിയാണ് അല്ലെ. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ അല്ലേ. നമുക്ക് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? വെറും 13,000 കിലോമീറ്റർ ഓടിക്കും. വെറും 13,000 കിലോമീറ്റർ. അപ്പൊ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഒരു വാഹനം. ഏറ്റവും ഫുൾ ലോഡ് അല്ലേ.
Yes. ഇത് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? Yes. ഇത് നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ? കമ്പനി വാറണ്ടി ഷോറൂം വാറണ്ടി ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ നിലവിൽ ഷോറൂം വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡ് വെറും 13,000 കിലോമീറ്റർ, അത് 2020 മോഡല്. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് 18,25,000. 18,4 ലക്ഷം രൂപ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലോ അല്ലേ? ഉണ്ട്. അടുത്തതാണ് വീണ്ടും നമ്മൾ SUV ആണ്, ഹുണ്ടായുടെ ക്രെറ്റ, അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 ഫുൾ ലോഡ് 2017 അന്നത്തെ ഫുൾ ലോഡ് അല്ലേ? ഡീസൽ അല്ല വണ്ടി ആയിരുന്നു. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,10,000. 1,10,000 സർവീസിൽ ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 10 ലക്ഷം ചോദിക്കുന്നു. 10 ലക്ഷം രൂപ അല്ല? ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ കിടുവാണ്. നമ്മള് റിയൽ AC വെന്റ്, നല്ല റൂഫൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം. ഓൺഷിപ്പ് സിംഗിളും ആണ് അല്ലേ? ഇതിന് നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 9 ലക്ഷം ഒക്കെ ചെയ്യാം. 9 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഇനോവ അല്ല? ഇനോവ റീവണ്ടിയാണോ വരുന്നത്? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2012 2012 അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? അങ്ങനെ ഫുൾ ഓപ്ഷൻ ആണ്. ടയറ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണോ സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1,70,000. 1,75 പിന്നെ റീവണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിന് വാറണ്ടി ഒന്നും ഇല്ലല്ലോ. കിലോമീറ്റർ വാറണ്ടി പറയാം. എഞ്ചിന് മെക്കാനിക്കലി നമുക്ക് പക്ക പറയാൻ പറ്റൂല. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് 7 ലക്ഷം. 7 ലക്ഷം രൂപ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവൂലേ? മോഡൽ പറഞ്ഞ് 2012 അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. ലോൺ ചെയ്യാൻ സൗകര്യം ഉണ്ടാവോ? ഏകദേശം എത്രയൊക്കെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്കൊരു 5.5 റേറ്റിലൊക്കെ ചെയ്യാം. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? അടുത്ത നമ്മളൊരു കിഡിലിന് SUV-ലോട്ടാണ് പോകുന്നത്. ഓട്ടോമാറ്റിക് ആണ് അല്ലെ? L14 രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പർ. അത്യാവശ്യം ടയർ 4 പുൾക്കട്ട ടയേഴ്സ് ആണ് അല്ലെ? റെനോ ഡസ്റ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ 1 ടൺ ആയിരിക്കും അല്ലെ? 1 ടൺ BS-ലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 16 അല്ലെ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,38,000. 1,38. കമ്പനി സർവീസ് ആണോ? ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് 6.5 ലക്ഷം. 6.5 ലക്ഷം രൂപ. നല്ലൊരു ഹാച്ച് ബാക്കിന്റെ പൈസക്ക് നമുക്കൊരു ഫുൾ ലോഡ് 1 ടൺ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? 5 ലക്ഷം രൂപ വരെ നമുക്ക് ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു ഹോണ്ട അമേസ്. നേരത്തെ നമ്മളൊരു ഓട്ടോമാറ്റിക് പരിചയപ്പെടുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റും. ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ കമ്പനി മൈലേജ് പറയുന്നുണ്ട്. ഹോണ്ട അമേസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? അതാണ് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സോ നമുക്ക് നല്ല മൈലേജും കിട്ടും. കൂടെ തന്നെ നമുക്ക് മൈലേജും ഉണ്ടാവും, പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ്. നമ്മള് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ പറഞ്ഞത്? 2018. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,25,000. 1,25. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 8 ലക്ഷം. 8 ലക്ഷം അല്ല? അഡ്ജസ്റ്റബിൾ അല്ലേ പ്രൈസ് വരുന്നത്? അടുത്താണോ നിസാന്റെ മൈക്ര? ഡീസലാണ് വണ്ടി വരുന്നത്. 2017 ഡീസൽ. 2017 ഡീസൽ. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഒന്നുമില്ല. നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. കേരള വണ്ടിയാണോ അതോ റീവണ്ടിയാണോ? റീവണ്ടിയാണ്. നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ലാതെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല? നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ലക്ഷം കമ്പനി സർവീസ്. ഇഷ്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി അല്ല? എത്ര ചോദിക്കുന്നതിന്? 3.30 അല്ലെ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് ആണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം വരെ ചെയ്യാൻ പറ്റൂല? 2.25-3. ഓക്കെ. മെയിൻ്റനൻസ് കുറവ്, അത്യാവശ്യം മൈലേജ്, നല്ലൊരു കംഫർട്ടബിൾ ആയ ഒരു ഫാമിലി കാറാണ്. ടയോട്ട എത്തിയോസ് ലിവ. ഒറിജിനൽ കേരള ആണ് വണ്ടി വരുന്നത്? ഒറിജിനൽ കേരള. 2017 ഫുൾ ലോഡ്. 2017 ഫുൾ ലോഡ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ വണ്ടി. ഡോൾട്ടൂൺ ആണ് വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,20,000 കമ്പനി സർവീസ്. 1,20,000 അത് കമ്പനി സർവീസ്. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. നമുക്ക് അല്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. ഇതിലൊക്കെ നോക്കി നല്ല നീറ്റ് ആണ്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ 1,20,000 ഫുൾ കമ്പനി സർവീസ് അല്ല? എത്ര ചോദിക്കുന്നു നമ്മള്? ഇത് നമ്മള് 7 ലക്ഷം ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലെ?
ഇതിന് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 6.25. 6.25 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. യെസ്, അടുത്ത സ്വിഫ്റ്റ് ആണ്. ഇടുക്കി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019-20 റേസ്. 2019 മോഡലും 20 രജിസ്ട്രേഷൻ ചെയ്തിട്ട് വാഹനം. എങ്ങനെയായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? VXi അല്ല. AC പോസ്റ്ററിംഗ്, ഫോട്ടോ, പവർ വിൻഡോ, അഡീഷണൽ ആയിട്ട് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത്തിന്റെ പേർക്ക് ചെയ്തു. ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ല? ഇപ്പൊ നിലവിൽ മാറിയ ഇപ്പൊ സിംഗിൾ യൂസിംഗിലുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലെ? യെസ്. നമുക്ക് മൈലേജ് ഒരു 17-18 ഒക്കെ പ്രതീക്ഷിക്കാം. യെസ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 5 MB കൊടുക്കാം. 5 MB അല്ലേ? ഏകദേശം എത്ര രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 5.5 വരെ ഒക്കെ ചെയ്യാം. നല്ല ട്രാക്കിന് 10-30 രൂപ സുഖമായിട്ട് വണ്ടി പോകും. യെസ്. അടുത്ത തവണ ഒരു കിടുക്കാജി വാഹനമാണ്, ടൊയോട്ട ഫോർച്യൂണർ അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2013 വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2 ലക്ഷം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ. ടയറൊക്കെ പക്കയാണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? മെയിൻ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ, പുറത്തുനിന്നുള്ള വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്. ബാക്കി അബ്രോണ്ട് പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? 13 കൊടുക്കാം. 13. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? 2 വീലാണോ 4 വീലാണോ? 4 വീൽ ഓട്ടോമാറ്റിക്. 4 വീല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് 13.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ 4 വീൽ ഓട്ടോമാറ്റിക് അല്ല? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവില്ല ഈ വണ്ടിക്ക്? നമ്പർ ആക്കാത്തോണ്ട്. അല്ല, നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും. യെസ്. അടുത്ത തവണ വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡീസലാണ് വണ്ടി. ഇത് പെട്രോൾ ആണ്. സോ നമുക്കൊരു ഫാമിലി കാർ എന്ന് പറയാം. മെയിൻ്റെനൻസ് ഒക്കെ കുറവുള്ള അമേസ് ഒക്കെ പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ സിറ്റി. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2018 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. യെസ്. ഓപ്ഷൻ ഏതായിരുന്നു? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 75,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 8.25 ഫൈനൽ. 8.25 ഏകദേശം നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു സൺറൂഫിന്റെ കുറവ് എന്ന് പറയാം. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 7,000 രൂപ വരെയൊക്കെ ചെയ്യാൻ പറ്റൂല. ഓക്കെ. വീണ്ടും നമുക്കൊരു സിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇത് ഡീസലാണോ പെട്രോളോ? ഡീസൽ. ഇത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നവർക്ക് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ്. മെയിൻ്റെനൻസ് വളരെ കുറവല്ലേ വണ്ടി? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 രജിസ്റ്റേർഡ്. 2015 റീ വണ്ടി അല്ലേ? എത്ര നമ്മളെ ചോദ്യം? ഇത് 5 ലക്ഷം. 5 ലക്ഷം അല്ല? നമുക്ക് ലോണൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടാവോ? ഏകദേശം എത്രയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 4 ലക്ഷം. 4 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാം. മൈലേജ് നോക്കുന്നവർക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ കിട്ടുന്ന ഒരു വാഹനം. അതോടെ സ്വിഫ്റ്റിന്റെ ഫസ്റ്റ് ജനറേഷൻ 2010 വണ്ടി. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? 2,20,000. 2,20 2010 മോഡല്. ഓട്ടോ എത്രയായിരുന്നു? 1,30,000. 1,30,000. മേജർ സർവീസ് കഴിഞ്ഞാണോ? അതൊക്കെ കഴിഞ്ഞു. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അടുത്താണ് ഒരു കിഡ്ലം വാഹനമാണ്, ഹുണ്ടായുടെ ഫ്ലൂയിഡിക് i20 അല്ലേ? ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014. ഓൺഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല പെർഫോമൻസ് പ്ലസ് മൈലേജ്. മാഗ്നയാണ് ഇതിന്റെ മിഡിൽ ഓപ്ഷൻ അല്ലേ? AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിലാണ് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ്. എത്ര നമ്മള് ചോദ്യം? ഇത് നമ്മള് 3.5 ലക്ഷം. 3.40 അല്ലേ? നമുക്ക് ലോണൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടാവും? ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 2.25 വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത കിഡ്ലം വാഹനമാണ്, ഡസ്റ്റർ അല്ലേ? നേരത്തെ ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു? 110 മൈലേജ്. മാനുവൽ അല്ലേ? മാനുവലാണ്. KL 11 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള വണ്ടി? നമ്പർ വണ്ടി അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എത്ര നമ്മളെ ചോദ്യം? നമ്മളെ ചോദിക്കണത് 5.5 ലക്ഷം. 5 ലക്ഷം രൂപ അല്ലേ? നമുക്ക് ലോണൊക്കെ എക്സ്ട്രാ സീറ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ. അപ്പൊ നമുക്ക് പിന്നെ 7 സീറ്റർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റൂല? എക്സ്ട്രാ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കുട്ടികൾക്ക് വേണമെങ്കിൽ കിടന്നൊക്കെ പോവാം അല്ലേ? അപ്പൊ പിന്നെ ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങൾ 95,000 കിലോമീറ്റർ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 5.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും അല്ലേ? ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 4.5 ലക്ഷം. 4 ലക്ഷം വരെ ചെയ്യാൻ പറ്റും.
നമുക്ക് വാഗ്നർ വരുന്നുണ്ട്, ഒരു എത്തിയോസ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014. എത്ര ചോദ്യം? പെട്രോളാണ്. എത്ര ചോദ്യം? നമുക്ക് 2 റുപ്യ കൊടുക്കും. 2 റുപ്യക്ക് അല്ലേ? അതാണ് ഒരു 7 സീറ്റർ വാഹനമാണ്. 15 കേട്ടോ. 2015 മോഡൽ അല്ലേ? 15. 2015 മോഡല് 7 സീറ്റർ ആണ്. നല്ല മൈലേജ്, നല്ല സ്പേഷ്യസ്, നല്ല കിടിലം വാഹനം. റെനോ ലോഡ് ജി അല്ലേ? LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ സൈഡും ഒക്കെ നമുക്ക് സിംഗിൾ സീറ്റ്സ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1,43,000 കിലോമീറ്റർ. 143 അല്ലേ? കമ്പനി സർവീസസ് ഒക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ അല്ലേ? നമുക്ക് ലോൺ ഏകദേശം 3 റുപ്യക്ക് ചെയ്യാൻ പറ്റുമോ? 3 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 7 സീറ്റർ ആണ്, ഡീസൽ ആണ് അല്ലേ? നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങള്? ഇത് മലപ്പുറം കോഴിക്കോട് റോഡ് മേലാണ്, മച്ചിങ്ങലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റോഡിൽ മച്ചിങ്ങലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് താഹിർ സൈനിങ് ഓഫ്.